ഫ്രാൻസിലെ ഈഫൽ ടവർ കാണാനെത്തുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഇനി രൂപയിൽ തന്നെ പേയ്മെന്റ് നടത്താം. NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് ഫ്രഞ്ച് ഇ-കോമേഴ്സ് പ്രോക്സിമിറ്റി പേയ്മെന്റ് കമ്പനിയായ ലൈറയുമായി സഹകരിച്ച് ഫ്രാൻസിലും ഇനി UPI സേവനം ലഭ്യമാക്കും. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച പരിപാടിയിലാണ് പാരീസിൽ വെച്ച് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈഫൽ ടവർ സന്ദർശിക്കാനെത്തുന്ന അന്താരാഷ്ട്ര സഞ്ചാരികളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗമാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി ഫ്രാൻസിൽ അവരുടെ UPI ആപ്പുകൾ ഉപയോഗിച്ച് മർച്ചന്റ് വെബ്സൈറ്റുകളിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് സുരക്ഷിതമായി ഓൺലൈൻ ഇടപാടുകൾ നടത്താം. ലോകമെമ്പാടുമുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമായി സജീവമായി സഹകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. NIPL CEO റിതേഷ് ശുക്ല പറയുന്നു. ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദവും സുരക്ഷിതവുമായ ക്രോസ് ബോർഡർ പേയ്മെന്റാണ് വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലൈറയുമായുള്ള ഈ പങ്കാളിത്തത്തിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി കടന്നു, റിതേഷ് ശുക്ല വ്യക്തമാക്കി. ഇത് അഭിമാനകരമായ നേട്ടമാണ് എന്നാണ് ലൈറ ഫ്രാൻസിന്റെ കൊമേഴ്ഷ്യൽ ഡയറക്ടർ ക്രിസ്റ്റോഫ് മാരിയറ്റ് വ്യക്തമാക്കിയത്. യൂറോപ്പിൽ UPI ആരംഭിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെയും NIPLന്റെയും വിശ്വാസം നേടാനായതിൽ അഭിമാനമുണ്ട്, ലൈറ ഫ്രാൻസിന്റെ കൊമേഴ്ഷ്യൽ ഡയറക്ടർ പറയുന്നു. 380 മില്യണിലധികം ഉപഭോക്താക്കളുള്ള ഒരു പേയ്മെന്റ് രീതിയാണ് UPI. 2024 ജനുവരിയിൽ മാത്രം UPIയിൽ 12.2 ബില്യൺ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. ഈ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംവിധാനമെന്ന നിലയിൽ UPIയുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. മുമ്പ് ഇന്ത്യ-സിംഗപ്പൂർ ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ UPIയും സിംഗപ്പൂരിന്റെ പേനവും ചേർന്ന് ഒരു സംയുക്ത കരാറിൽ ഒപ്പുവച്ചിരുന്നു. ഇരു രാജ്യങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് തടസ്സങ്ങളില്ലാതെ പണം കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനത്തിനാണ് തുടക്കം കുറിച്ചത്. ഇതിനു പിന്നാലെയാണ് ഫ്രാൻസിന്റെ നീക്കം. 2022 UPI സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഫ്രാൻസിന്റെ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനമായ ലൈറയുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. അതേസമയം UAE, ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ UPI സംവിധാനത്തിന് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നിലവിൽ അമേരിക്ക, യൂറോപ്പ്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്ക് കൂടി UPI സേവനം വ്യാപിപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.